മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഞാനൊരു കാര്യം ആദ്യമേ തന്നെ എടുത്തു പറയാം. ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് പറയും നിയമങ്ങൾ എന്നൊക്കെ ആർത്തട്ടഹസിച്ച് പ്രകടനം വിളിച്ച മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ പോലെ ഗതികെട്ട പ്രവർത്തകർ ലോകത്ത് മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലുണ്ടോ? BJP-യെ ഞങ്ങൾ അങ്ങനെയാക്കും, സംഘപരിവാറിനെ ഞങ്ങൾ ഇങ്ങനെയാക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു മുസ്ലിം ലീഗ് കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിയത്. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ മുസ്ലിം ലീഗിനെ കൊണ്ട് സാധിച്ചോ? ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ഭരിക്കുന്ന തദ്ദേശ വകുപ്പ് ചെയ്തൊരു കാര്യം കൊണ്ട് BJP വീണ്ടും അധികാരത്തിൽ തുടരുന്നു. BJP കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. കേരളത്തിലെ കൃത്യമായിട്ട് വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയേണ്ടതാ, ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തു, ഞങ്ങൾ 5 വർഷവും പൂർത്തീകരിക്കൂ. ആ പൂർത്തീകരിക്കുന്നതിനെ അട്ടിമറിക്കാൻ UDF ഇവിടെ പഠിച്ച പടി 18 രംഗത്തെത്തി. ആ പഠിച്ച പടി 18-ന്റെയും കടക്കൽ കത്തിവെച്ച് BJP എത്ര സുന്ദരമായിട്ടാണ് ശബരിനാഥിന്റെയും കൂട്ടരെയും സകല ഗിമ്മിക്കുകളെയും കാറ്റിൽ പറത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം BJP കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോ രാജീവ് ചന്ദ്രശേഖർ കഴിക്കുന്ന ചോറിൽ ഉപ്പേരിയുണ്ടോ, പപ്പടമുണ്ടോ, മീനുണ്ടോ, അച്ചാറുണ്ടോ എന്ന എണ്ണമെടുത്ത് ഇവിടെ വലിയ രീതിയിൽ വിവാദമാക്കിക്കൊണ്ടിരിക്കുക. എന്തും പറഞ്ഞ് BJP-യിൽ എന്തോ പ്രശ്നമാണ്, BJP-യിൽ എന്തൊക്കെയോ അടി നടക്കുന്നു. ഇതാണ് നിരന്തരമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച. BJP എണ്ണയിട്ട യന്ത്രം പോലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നു എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ ദിവസം മാത്രം. മാധ്യമങ്ങളും പ്രമുഖ മാധ്യമങ്ങളും എതിർപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ പ്ലേറ്റിലേക്ക് ചോറുമണികളുടെ എണ്ണം നോക്കിയിരുന്നു. BJP ആണെങ്കിൽ എണ്ണയിട്ട യന്ത്രം പോലെ തലസ്ഥാന നഗരിയിലെ ഭരണമുറപ്പിക്കാനുള്ള സകല കൃത്യമായ നീക്കങ്ങളും നടത്തി. ഈ കൗൺസിൽ മീറ്റിംഗ് അങ്ങ് തുടങ്ങി. മേയർ പറയുന്നത് കേട്ട് അന്തം വിട്ട ശബരിനാഥ് പോലും ഇരുന്നത്. ശബരിനാഥ, ശബരിനാഥ, നിന്റെ സർക്കാരാണ് ഈ സർക്കുലർ ഇറക്കിയത് എന്ന് മേയർ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കൂ. എത്ര സുന്ദരമായിട്ടാണ് മേയർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ശബരിനാഥൻ UDF സർക്കാരിന്റെ സർക്കുലർ കേൾക്കണം. ശബരിനാഥൻ അങ്ങ് UDF നേതാവാണെങ്കിൽ അങ്ങയുടെ സർക്കാരിന്റെ സർക്കുലർ ഒന്ന് കേൾക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൌൺസിൽ യോഗത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് സൂചന കൊടുത്തിരുന്ന അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു. ആ അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൌൺസിൽ യോഗങ്ങൾ പങ്കെടുക്കുന്നതിനായി എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന താങ്കളുടെ കത്തിലെ ആവശ്യം സർക്കാർ നിരസിച്ചിരുന്നു. മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗ നടപടിക്രമങ്ങളിലും മറ്റും താങ്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും താങ്കളുടെ കൌൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലിന് അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ കൌൺസിൽ ഈ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൌൺസിൽ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 2026 7-ാം മാസം 2-ാം തീയതി പുറപ്പെടുവിച്ച സർക്കുലറാണ്. സുഗതനെ ഹാജരാവാതിരിക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കാമെന്ന് ശബരിനാഥ UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ്. ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ BJP-യുടെ എതിർപക്ഷത്തുള്ള സകലരും രാജീവ് ചന്ദ്രശേഖരന്റെ പ്ലേറ്റിലെ അതായത് മീനും പപ്പടവും എണ്ണം നോക്കി നടക്കായിരുന്നു. അതേ സമയത്ത് രാജീവ് ചന്ദ്രശേഖരവും മേയറും ഒക്കെ തലസ്ഥാന നഗരിയിലെ ഭരണമുറപ്പിക്കാനുള്ള സകല തന്ത്രങ്ങളും എറിഞ്ഞ് അതിന്റെ റിസൾട്ടും കാത്തിരിക്കായിരുന്നു. എത്ര സുന്ദരമായിട്ടാ മേയർ നിങ്ങളുടെ ശബരിനാഥ UDF സർക്കുലറാണ് ഞാൻ വായിക്കുന്നത്.
ഇത് നിങ്ങളുടെ സർക്കുലറാണ്. UDF സർക്കാരിന്റെ മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം നിങ്ങൾക്ക് വോട്ടിനിട്ട് വിജയിച്ചാൽ ആ കൗൺസിലർ സീറ്റ് നിങ്ങൾക്ക് അതായത് സംരക്ഷിക്കാമെന്ന് UDF സർക്കാർ പേപ്പർ കൊടുത്തു. എന്നിട്ട് ഇപ്പൊ KM ഷാജി, രമേശ് ചെന്നിത്തല ഇവരൊക്കെ പറയുന്നു ഞങ്ങൾ ഇതൊന്നും അറിയില്ലോ എന്ന്. എങ്ങനെ അറിയാനാ? KM ഷാജിയും രമേശ് ചെന്നിത്തലയും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും BJP പ്രസിഡന്റ് ഫുഡ് കഴിക്കുന്നതിന്റെ ആ പ്ലേറ്റിലേക്ക് നോക്കിയിരിക്കല്ലേ. അടിവേര് മാന്തി BJP കാര്യങ്ങൾ ചെയ്ത് പോയത് ഇപ്പയല്ലേ അറിയുന്നത്. എത്ര സുന്ദരമായിട്ടാ ഈ അണ്ടർ സെക്രട്ടറി ഒക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. KM ഷാജിയും രമേശ് ചെന്നിത്തലക്കൊന്നും പ്രത്യേകിച്ച് കഥയില്ലാത്തത് കൊണ്ടാ, പ്രത്യേകിച്ച് ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ട്. അല്ലെങ്കിൽ തന്നെ ഇതൊരു മണ്ടത്തരല്ലേ. തങ്ങൾക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ എന്താ ചെയ്യുന്നത് എന്ന് തങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് മണ്ടന്മാരായിട്ടുള്ള നിങ്ങളുടെ അണികളല്ലാതെ വിവേകമുള്ള മലയാളികള് ഇതെങ്ങനെയാ തിരിച്ചറിയാ? എങ്ങനെയാ ഇതിനെ നോക്കിക്കാണുക? സ്വന്തം വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്തു പറയണമെന്നോ അവരെന്ത് ചെയ്യുന്നോ എന്ന് മന്ത്രിമാർക്കറിയില്ലെങ്കിൽ പിന്നെ എന്ത് കോപ്പിന ഇവന്മാരൊക്കെ മന്ത്രിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് എന്ന് വിവേകമുള്ള ഏതൊരു മലയാളിയും ചിന്തിക്കില്ലേ? ഉദ്യോഗസ്ഥന്മാര് അവർക്ക് താല്പര്യങ്ങളാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ മന്ത്രിമാരെ വല്ല ആവശ്യമുണ്ടോ? ലളിതമായ ചോദ്യ. വിവേകത്തോടു കൂടി മലയാളികൾ ചിന്തിക്കണം. ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അണ്ടർ സെക്രട്ടറി ചെയ്തിട്ടുള്ളത് ആ സർക്കുലറൊക്കെ നിയമപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. ഇത് മറ്റൊന്നല്ല, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അണികളെ ഒന്ന് സമാധാനിപ്പിക്കാൻ അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് KM ഷാജിയും രമേശ് ചെന്നിത്തലയ്ക്ക് ഓടുക. നിയമപരമായിട്ടേ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. ഒരു ഉദ്യോഗസ്ഥ കൃത്യമായിട്ട് നിയമങ്ങൾ മാത്രമേ പാലിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവര് കോടതിയിൽ പോയിട്ട് ചോദ്യം ചെയ്യട്ടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാം. ഏതായാലും ഒരു കാര്യം ലീഗിന്റെ പ്രവർത്തകർ കൃത്യമായിട്ട് അറിഞ്ഞോളൂ. നിങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവിനും പറഞ്ഞ വാക്കിൽ പോലും ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തവരാ. ഒരു തർക്കമില്ല വേണ്ട. അതായത് KM ഷാജിയൊക്കെ PM ശ്രീ എടുത്ത് അറബിക്കടലിലേക്ക് എറിയുമെന്ന് പറഞ്ഞു. അതേ KM ഷാജി, ഒന്നുമല്ലാത്ത KM ഷാജിയാണ് അറബിക്കടലിലേക്ക് എറിയുമെന്ന് പറഞ്ഞ്. ഇനി മന്ത്രിയായിട്ടുള്ള KM ഷാജി എന്താ പറയുന്നത്? ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുക. അല്ല, നിങ്ങൾ ഒന്നും പഠിക്കാതെയായിരുന്നോ നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോ അതിനെ എതിർത്തിരുന്നത്? ഇപ്പൊ KM ഷാജിയോട് ഏത് മാധ്യമങ്ങൾ ചോദിച്ചാലും ഞങ്ങളത് പഠിക്കാൻ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്, ഞങ്ങളത് പഠിച്ചോണ്ടിരിക്കുകയാണ്, അവരുടെ അഭിപ്രായം പറയൂ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പ്രതിപക്ഷത്തുള്ള സമയത്ത് എന്താ പറഞ്ഞത്? അറബിക്കടലിലേക്ക് എറിയുന്നു. ഒരു പുല്ലും PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു മന്ത്രിക്കും ചെയ്യാൻ സാധിക്കില്ല. ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതി കേരളത്തിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാ. അതിന്റെ കടക്കൽ കത്തിവെച്ച് അതിന്റെ പണം വേണ്ട എന്നൊക്കെ പറയുന്നത് കേരള ജനതയുടെ മുഖത്ത് നോക്കി കേരളത്തിലെ മന്ത്രിമാർ കൊഞ്ഞനം കുത്തുകയാണ് എന്നുള്ളതല്ലേ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത്. ഇപ്പൊ KM ഷാജിയൊക്കെ തന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥ എന്താണ് ചെയ്തത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നതിനെയും ലീഗ് അണികൾ എന്ത് കണ്ടിട്ടാണ് കൈയടിക്കുന്നത്? VV രാജേഷ് ഇതൊക്കെ കഴിഞ്ഞ്, അതായത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭരണമൊക്കെ വീണ്ടും ഉറപ്പിച്ച് അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുക. അദ്ദേഹം എന്താണ് അമേരിക്കയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ദിവസങ്ങളിൽ അമേരിക്കൻ മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച് ഫൊക്കാനോ ഭാരവാഹികൾ കോർപ്പറേഷൻ ഓഫീസിൽ എത്തിയിരുന്നു. 8 ദിവസത്തെ യാത്രക്കായി ഇന്ന് US തിരിക്കുന്നു. ഫിലാഡൽഫിയയിൽ ഫൊക്കാനോ സമ്മേളനത്തിൽ പങ്കെടുക്കും. ടെക്സാസ്, വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക്, ഹൂസ്റ്റൺ എന്നിവിടങ്ങളിലെ മലയാളി സമൂഹമായും തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രമുഖ വ്യക്തികളുമായും ആശയവിനിമയം നടത്തും. ഒപ്പം വിവിധ സിറ്റികളിലെ മേയർമാരുമായും
കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂജേഴ്സിയിൽ നടക്കുന്ന നമാം അവാർഡ് നൈറ്റിലും പങ്കെടുക്കും. പ്രസ്തുത പരിപാടിയിൽ വെച്ച് ലോക പ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ MV പിള്ള സാറും ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളുമായി തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രാധാന്യവും സാധ്യതകളും ചർച്ച ചെയ്യും. 10-ന് തിരിച്ചെത്തും. ഈ ദിവസങ്ങളിൽ ഡെപ്യൂട്ടി മേയർ GS ആശാനാഥിന് മേയറുടെ ചുമതല കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രംഗത്ത് അമേരിക്കൻ മലയാളി സമൂഹത്തിന്റെ സഹകരണവും അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്താൻ ഈ യാത്ര സഹായിക്കുമെന്ന് ശുഭ പ്രതീക്ഷയുണ്ട്. അതായത് മേയർ സുഗതന്റെ ലീവൊക്കെ വോട്ടിനിട്ട് അനുവദിപ്പിച്ച് സകലതും ചെയ്ത് വരുന്ന 5 വർഷത്തേക്ക് സുഖകരമായിട്ട് ഭരണമുറപ്പിച്ച് അദ്ദേഹം തിരുവനന്തപുരം ജനതയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് ഈ യാത്ര തിരിച്ചിരിക്കുന്നു. അതും അമേരിക്കൻ മലയാളികളുമായിട്ട് കൃത്യമായിട്ട് തിരുവനന്തപുരം ജനതയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യുമെന്ന് ഒരുപാട് വിദഗ്ധന്മാരുമായിട്ട് ഞാൻ ചർച്ച ചെയ്യുമെന്നും തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ സമയത്തും മുസ്ലിം ലീഗും കോൺഗ്രസും ആ സർക്കുലർ ഒപ്പിട്ടത് ആരാണ്, ആ സർക്കുലർ ആരാണ് ഇറക്കിയത്, ആ സർക്കുലർ ഇറക്കിയവരെ ഞങ്ങൾ നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞ് മേയറി ഇരിക്കുക. അതേ സമയത്ത് മേയർ അടുത്തൊരു 100 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം ജനതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ വീണ്ടും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇപ്പോഴും BJP അങ്ങനെ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല മക്കളെ. UDF-നോടും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനോടൊക്കെ പറയാ, മുസ്ലിം ലീഗ് പ്രവർത്തകരോടാ, നിങ്ങളുടെ നേതാക്കന്മാർക്കൊന്നും നട്ടല് നിവർത്തി ഒന്ന് സംസാരിക്കാൻ പോലും അറിയില്ല ഒരു വിഷയത്തെ കുറിച്ച്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ആ സത്യം നിങ്ങൾ വേദനയോട് കൂടി തന്നെ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇവിടെ BJP 100 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും ഇപ്പോഴും ആദ്യ സ്റ്റെപ്പിൽ നിന്ന് കൊഞ്ഞനം കൊത്തി നിൽക്കുക കോൺഗ്രസും മുസ്ലിം ലീഗും. ഇതൊക്കെ എങ്ങനെയാണ് ഈ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ സഹിക്കുക എന്ന തീരെ മനസ്സിലാവാത്തത് ശബരിനാഥനെ കൊണ്ടോ ശിവൻകുട്ടിയെ കൊണ്ടൊന്നും തലസ്ഥാന നഗരിയിലെ ഭരണത്തെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല. മേയർ VV രാജേഷ് മേയർ ആയിട്ടുണ്ടെങ്കിൽ 5 വർഷവും അവിടെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യൂ. നിങ്ങളൊക്കെ ശിവൻകുട്ടിയും ശബരിനാഥും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്ലേറ്റിലേക്ക് തന്നെ നോക്കി ചർച്ച നടത്തിക്കോളൂ. BJP ഇതേ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തില് കേരളം പിടിക്കുക തന്നെ ചെയ്യുമെന്നാണ് വിവേകമുള്ള മലയാളികള് BJP ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുക.